എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ആ ഒരു മോൺസ്റ്റർ അവനാണെങ്കിൽ അവന്റെ ഐഡന്റിറ്റി അത് റിവീൽ ചെയ്യാണ്. ഞാൻ മറ്റാരുമല്ല, എന്റെ പേര് സെൽ, ഞാനും ഒരു ആൻഡ്രോയിഡാണ്. അത് കേട്ട് ഇപ്പൊ പിക്കലോ അവൻ ഞെട്ടും. ഡോക്ടർ ജിറോയുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന ചില സഫീഷ്യന്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഉപയോഗിച്ചാണ് എന്നെ ഉണ്ടാക്കിയത്. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. വീണ്ടും ജിറോ 8ന്റെ അല്ല 16ന്റെ പണി തന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മോൺസ്റ്റർ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യും. വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയ ആൾക്കാരുടെ സെല്ലുകൾ അത് ഡോക്ടർ ജിറോ കളക്ട് ചെയ്തിരുന്നു. അതെല്ലാം കമ്പൈൻ ചെയ്താണ് എന്നെപ്പോലെ ഒന്നിനെ ഉണ്ടാക്കിയെടുത്തത്. നിന്റെ ഫ്രണ്ട്സിന്റെ പല പവറുകളും എന്റെ കയ്യിലുണ്ട്. ആമേ പവർ, ഗോക്കുവിന്റെ പവർ, അതെല്ലാം എന്നിലേക്ക് വന്നത് ഇപ്രകാരം അവരുടെ എല്ലാവരുടെ സെൽസ് ഉപയോഗിച്ച് എന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. ഡോക്ടർ ജിറോ ആണെങ്കിൽ എക്സ്പെരിമെന്റിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ചിന്ത അത് വേറെ ഭാഗത്തേക്ക് ഡൈവേർട്ടായി. ആ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും എക്സ്ട്രീമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സെല്ലുകൾ കളക്ട് ചെയ്ത് എന്നെ ക്രിയേറ്റ് ആക്കി മാറ്റി. അത് കേട്ട് ഇപ്പൊ പിക്കലോ ചിരിക്കും. ഓ, ആ സമയത്താണോ നീ ക്രിയേറ്റ് ആയത്? അതുപോലെ തന്നെ ഫ്രീസയും അവന്റെ പപ്പയും അവര് ഈ ഭൂമിയിലേക്ക് വന്ന സമയത്തും ഞങ്ങൾ ഇവിടേക്ക് വന്ന് അവരുടെ കയ്യിൽ നിന്നും സെല്ലുകൾ മോഷ്ടിച്ചിരുന്നു. ഇതുപോലെ തന്നെയാണ് ഡോക്ടർ ജിറോ നിങ്ങളുടെ ഓരോരുത്തരുടെയും പവർ നിങ്ങളിൽ നിന്നും മോഷ്ടിച്ചത്. ചെറുപ്രാണികളിലൂടെ നിങ്ങളുടെ സെല്ലുകൾ അവൻ കളക്ട് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ളവരെ അവൻ ക്രിയേറ്റ് ചെയ്തത്. ഇത് മാത്രമല്ല, ഇപ്പോഴും ആ സൂക്ഷ്മജീവികൾ ഇവിടെ പലരുടെയും സെൽസ് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഡാറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞ് ചെറിയ പ്രാണിയെ ഇപ്പൊ ആ മോൺസ്റ്റർ കാണിച്ചു കൊടുക്കും. അത് കാണേണ്ട താമസം പിക്കലോ ആണെങ്കിൽ അതിനെ തകർത്ത് കളയും. മോൺസ്റ്റർ ആണെങ്കിൽ അത് കണ്ട് ചിരിക്കും. നീ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇഷ്ടംപോലെ ഡാറ്റാസും സെൽസുകളും ഓൾറെഡി അവറ്റകൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോ പല പല ആൻഡ്രോയിഡ്സുകളെ ഓട്ടോമാറ്റിക് ആയിട്ട് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡോക്ടർ ജിറോയുടെ 24 വർഷത്തെ കഷ്ടപ്പാടാണ് ഇപ്പോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് കേട്ട് പിക്കലോ ആണെങ്കിൽ വിളിച്ചു പറയും, ഇല്ല, ഒരിക്കലുമില്ല, അതിനി നടക്കാൻ ഇനി യാതൊരു ചാൻസും ഇല്ല. ഓൾറെഡി ആ ലാബ് അത് ഞങ്ങൾ നശിപ്പിച്ചു. അതിന് ആ മോൺസ്റ്റർ പറയും, ലാബിനടിയിലുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ച് നിങ്ങൾക്കറിയില്ല. അതിലൂടെ ഇപ്പോഴും ആൻഡ്രോയിഡ്സ് ക്രിയേറ്റ് ആവുകയാണ്. ഞാൻ ഇത്രയും കാലവും നിങ്ങളുടെ മുൻപിലേക്ക് വരാതിരുന്നത് ടൈം മെഷീനിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ രൂപം ചെറുതാക്കിയതുകൊണ്ടാണ്. 4 വർഷത്തെ കാത്തിരിപ്പിലാണ് ഞാൻ ഇങ്ങനെ മാറിയത്. എനിക്കിപ്പോൾ ആവശ്യം റോബോട്ട് 17നെയും 18നെയും ആണ്. അവർ രണ്ടുപേരുടെ പവറോടെ കിട്ടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ കൺവേർഷൻ അത് പൂർത്തിയാക്കാൻ പറ്റും. വർഷങ്ങൾക്ക് മുൻപ് ആ സൂപ്പർ ഹീറോ പയ്യനെ അവനെ ഭയപ്പെടുത്തിയാണ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ടൈം മെഷീൻ അത് മോഷ്ടിച്ച് ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടിയെടുത്തത്. ആ സൂപ്പർ ഹീറോ പയ്യൻ ഓൾറെഡി ലൊക്കേഷൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഇവിടെ പിക്കലോയ്ക്കാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ആ റോബോട്ട്സുകളെ കൊല്ലാനായിട്ട് ഓൾറെഡി ഹീറോ പയ്യൻ അവൻ ടൈം ട്രാവൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് അവൻ ഇവിടേക്ക് വന്ന് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചത്. മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും വിളിച്ചു പറയും, കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞതനുസരിച്ച് എനിക്ക് ആ 2 പവറുകൾ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്നെ ഇല്ലാതാക്കാൻ കഴിയില്ല. എനിക്ക് എറ്റേണൽ ലൈഫ് കിട്ടും. എല്ലാവരും കഴിഞ്ഞും പവർഫുള്ളായി ഞാൻ മാറും. പിക്കലോ ആണെങ്കിൽ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഇത്തരത്തിൽ പവറും എറ്റേണൽ ലൈഫൊക്കെ നേടിയെടുത്തതിന് ശേഷം എന്താണ് നിന്റെ പ്ലാൻ? അതിനവൻ പറയും, കമ്പ്യൂട്ടറിനെ ഫോം ചെയ്തിരിക്കുന്നത് കൂടുതൽ പവർഫുള്ളായി മാറാൻ മാത്രമാണ്. അതിലൂടെ എന്ത് നേടിയെടുക്കണം എന്നെനിക്കിപ്പോഴും അറിയില്ല. പിക്കലോ, ഇപ്പൊ നിനക്ക് എന്റെ രഹസ്യങ്ങൾ അതെല്ലാം മനസ്സിലായില്ലേ? അതിന് പിക്കലോ പറയും, അതെ, ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇത്രയും നേരവും ഞാൻ കാത്തിരുന്നെന്ന് പറഞ്ഞ് തകർന്ന കൈ വലിച്ചൂരി ഇപ്പൊ പുതിയ കൈ ക്രിയേറ്റ് ചെയ്യും. മോൺസ്റ്റർ ആണെങ്കിൽ അതുകൊണ്ട് ഞെട്ടും. ഓ നോ, നീ എന്നെ ചീറ്റിയായിരുന്നു അല്ലേ? അതിന് പിക്കലോ ചിരിക്കും, അതെ, നിന്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി നിന്നെ എങ്ങനെ ചേർത്ത് നിൽക്കണമെന്ന് ഞാനിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു. നിന്നെ ഇതിലൂടെ തന്നെ ഞാൻ തോൽപ്പിക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. നിന്റെ കോൺഫിഡൻസും സംസാരമൊക്കെ നന്നായിട്ടുണ്ട്. നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ല ഞാൻ നിന്റെ കൈ പറിച്ചെടുത്തത്. എനിക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ നിന്റെ സെല്ലും കൂടെ ആവശ്യമാണ്. അത് നേടിയെടുക്കാൻ വേണ്ടി കൂടെയാണ്. ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, നിനക്ക് എന്നെ മാത്രമല്ല തകർക്കാനായിട്ടുള്ളത്, എൻ്റെ ഉള്ളിൽ കാമയുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരുടെയും പവറിനെ നിനക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? അത് കേട്ട് അവൻ ഞെട്ടും. ഓ, അപ്പൊ അതാണ് നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ സസ്പെൻസ്. ഇപ്പൊ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അത് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കമ്പൈൻ ആയതുകൊണ്ട് തന്നെ കാമി ക്രിയേറ്റ് ചെയ്ത ഡ്രാഗൺ ബോൾസ് അതിപ്പോ ഭൂമിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. ആരെങ്കിലും മരിച്ചാൽ തന്നെ ഡ്രാഗൺ ബോൾസിന്റെ സഹായത്താൽ അവർക്ക് തിരികെ വരാനായിട്ട് കഴിയില്ല. യെസ്, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. ഇപ്പോഴും കോർട്ട് അതെനിക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് അവൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. പിക്കലുമാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്റെ പൂർണ്ണമായിട്ടുള്ള പവർ അത് ഞാൻ പുറത്തെടുത്തിട്ടില്ല. ഇപ്പോഴാണ് ഞാനത് എടുക്കാൻ പോകുന്നത്. അത് കേട്ട് അവൻ ഇപ്പൊ വലിയൊരു പാറക്കൂട്ടത്തിന് മുകളിലേക്ക് പോവും. അതേസമയം മൊട്ടപ്പനും സൂപ്പർ ഹീറോ പയ്യനും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരും. അവർ രണ്ടുപേരും ആ മോൺസ്റ്ററിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അവർ ലാൻഡ് ചെയ്യും. ആ സമയത്ത് മോൺസ്റ്റർ ആണെങ്കിൽ സൂപ്പർ ഹീറോ പയ്യനെ തന്നെ നോക്കൂ. ഓ, ഞാൻ ഇവനെ അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കി ആ ടൈം മിഷൻ അതെടുക്കുന്നതിന് മുൻപാണ് അവനിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവൻ ഇപ്പോഴും ജീവനോടുകൂടെ ഇവിടെ ഉള്ളത്. മൊട്ടയാണെങ്കിൽ പിക്കലയോട് അവനെക്കുറിച്ച് ചോദിക്കും, അവനാണോ ഈ ജിഞ്ചർ ടൗണിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കിയത്? അതിന് പിക്കലോ പറയും, അതെ, അവന്റെ വാലിന്റെ അറ്റത്തുള്ള ആ കൂർത്ത
ആയുധം. അതുപയോഗിച്ചാണ് അവൻ എല്ലാവരുടെയും പവറും ശരീരം അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ ഒരു കാരണവശാലും അവന് പിടികൊടുക്കാൻ വേണ്ടി പാടില്ല. മാത്രമല്ല വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ. അവൻ വളരെയധികം ഡേഞ്ചറാണ്. കൂടുതലായിട്ടുള്ള കാര്യം അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറഞ്ഞു തരാം. ഒരിക്കലും ആണെങ്കിൽ ആ മോൺസ്റ്ററിനോട് പറയും, നീ കാണുന്നില്ലേ, ഞങ്ങളുടെ ഭാഗത്തിപ്പോൾ ശക്തന്മാരായിട്ടുള്ള ആൾക്കാർ കൂടുതലാണ്, നിനക്കിനി രക്ഷയില്ല, നിന്നെ എത്രയും വേഗം ഞങ്ങൾ ലോക്ക് ചെയ്യും. അത് കേട്ട ആ മോൺസ്റ്റർ പറയും, അതെ, നിങ്ങളുടെ ഭാഗത്തിപ്പോൾ ശക്തന്മാർ കൂടുതലാണ്, സോ എത്രയും വേഗം ഞാനിപ്പോൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. ഹാമെ പവർ കൊണ്ട് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കേട്ട് മൊട്ടപ്പൻ ഞെട്ടും. എന്ത് ഹാമെ പവറോ? അത് ഗോക്കുവിന്റെ പവറല്ലേ? അവനിപ്പോഴും ആ വീട്ടിൽ തന്നെയാണല്ലോ, പിന്നെങ്ങനെ അവന്റെ പവർ ഇവന് കിട്ടി? അത് കേട്ട് ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. എന്ത് ഗോക്കു, അവൻ ഇതുവരെ മരണപ്പെട്ടില്ലേ? ആ വൈറസ് അതവനെ ഇല്ലാതാക്കിയില്ലേ? ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, അല്ല ഇപ്പോൾ തലകീഴായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. ഓക്കെ, കുഴപ്പമില്ല, ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് അത് വലിയ അപകടമാണ്. എനിക്ക് എത്രയും വേഗം ആ നമ്പർ 17നെയും 18നെയും കണ്ടെത്തണം. അവരുടെ പവർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള മോൺസ്റ്റർ ഫോമിലേക്ക് എനിക്ക് മാറാൻ പറ്റും. അതിനുശേഷം ഉറപ്പായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നു പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ സോളാർ ഫ്ലെയിം അത് ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവനെ തടയാനായിട്ട് കഴിയില്ല. ഓ നോ, അവൻ രക്ഷപ്പെട്ടു പോയി. അവനെ വെറുതെ വിടാനായിട്ട് പാടില്ല. എത്രയും വേഗം അവനെ പിടിക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഇപ്പൊ 3 ഭാഗത്തേക്ക് നോക്കും. അവനവന്റെ പവർ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അത്ര എളുപ്പം അവനെ പിടിക്കാൻ പറ്റില്ല. കട്ട് ചെയ്താ ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ കണ്ണിൽ പെടാതിരിക്കാനായി കാട്ടിലൂടെ നല്ല സ്പീഡിൽ ഓടുകയാണ്. ഞാൻ ഇത്തരത്തിൽ എൻ്റെ പവർ കൺട്രോൾ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവ ഹായ് ആയിട്ട് കോട്ടയ്ക്ക് പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാർഷൽ ആർട്സ്മാൻ ആളാണെങ്കിൽ ഇപ്പോൾ മലഞ്ചെരുവിലൂടെ ഫ്ലൈ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മനസ്സിന് എന്തോ ഒന്ന് മോശമായിട്ട് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞ് മാർഷൽ ആർട്സ്മാൻ ആണെങ്കിൽ മുൻപോട്ടേക്ക് പറക്കുമ്പോൾ ഓപ്പോസിറ്റ് ദിശയിൽ വെജീറ്റ അവനാണെങ്കിൽ ഇഞ്ചർ ഗ്രാമം ലക്ഷ്യമാക്കി പറന്നു പോവാണ്. അതേസമയം ഇവിടെ ഗോഹാനാണെങ്കിൽ കടലിൽ വന്ന് വളരെ കാര്യമായിട്ട് ട്രെയിനിങ് എടുക്കാനായിട്ട് തുടങ്ങും. ഇവിടെ വീണ്ടും റോബോട്ട്സിനെ കാണിക്കും. ആ പെണ്ണാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഇതുപോലെ വൃത്തിയായിട്ട് ഡ്രസ് ഇട്ട് ഒരുപാട് ദൂരെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അടുത്തൊരു നല്ല ഷോപ്പ് കാണുമ്പോൾ നീ അവിടെ നിർത്തണം. അതിനവനാണെങ്കിൽ ഓക്കെ പറയും. മോൺസ്റ്റർ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ചാടി ഓടി ഇപ്പൊ റോഡിലെത്തിയിരിക്കുകയാണ്. ഉടനെ അവന്റെ തൊട്ടു പിന്നിൽ ഒരു ബസ് വന്ന് സഡൻ ബ്രേക്ക് പിടിച്ച് നിൽക്കുകയാണ്. ആ ബസ്സിലുള്ളവരാണെങ്കിൽ അവനോട് മാറാനായിട്ട് പറയും. പക്ഷെ അവനാണെങ്കിൽ മാറാൻ തയ്യാറാവില്ല. അവരാണെങ്കിൽ ബസ്സിന് പുറത്തേക്ക് വന്ന് ഇപ്പൊ അവനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങുകയാണ്. അതിൽ കലിയിളക്കി അവനാണെങ്കിൽ അങ്ങനെ ചാടി വന്ന് അവരുടെ പവർ അത് അബ്സോർബ് ചെയ്തെടുക്കും. കട്ട് ചെയ്താ ഇവിടെ പിക്കലോ ആണെങ്കിൽ അവന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പവർ അങ്ങനെ റിലീസ് ചെയ്യുകയാണ്. അത് കണ്ടുവന്ന് വെജീറ്റ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഷോക്കായി പിക്കലോടെ അടുത്തേക്ക് വരും. സത്യം പറയും, ഇവിടെ എന്താ സംഭവിച്ചേ? പിക്കലോ, നീ ഇപ്പോൾ പഴയ പിക്കലോ അല്ല എന്ന് എനിക്ക് മനസ്സിലായി. നിനക്കിപ്പോൾ ഒരുപാട് പവറുണ്ട്. ഇത്രയും പവർ നിനക്ക് എവിടുന്ന് കിട്ടി? ഉടനെ അവന്റെ മകൻ, നമ്മുടെ സൂപ്പർ ഹീറോ പയ്യൻ, അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെജീറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കും. കാമയും പിക്കലോയും അവർ രണ്ടുപേരും ഒന്നായി പവർ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരോടുമായിട്ട് പറയും, ആ ഒരു മോൺസ്റ്റർ അവനും ഒരു ആൻഡ്രോയിഡ് ഡിവൈസാണ്. അവനെയും ഡോക്ടർ ജിറോ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. നമ്പർ 17നെയും 18നെയും അബ്സോർബ് ചെയ്തെടുത്ത് മോർ പവർഫുൾ ആവാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവരത് പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ മാർഷൽ ആർട്സ് ഫാനും അവിടേക്ക് കടന്നു വരും. അതേസമയം ആ മോൺസ്റ്റർ ആണെങ്കിൽ മനുഷ്യരുടെ പവർ അതങ്ങനെ മുഴുവനായിട്ട് അബ്സോർബ് ചെയ്തെടുത്തുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ അവസാനമായി ആ ഡ്രൈവറെയും പിടിച്ചു വലിച്ച് അവന്റെ ശക്തി അബ്സോർബ് ചെയ്ത് അവിടുന്ന് കടന്നു പോവാണ്. ഇവിടെ പിക്കലോ ആണെങ്കിൽ തീർത്തു പറയും, ആ 17നെയും 18നെയും അവൻ കണ്ടുപിടിക്കുന്നതിന് മുൻപ് നമ്മൾ കണ്ടുപിടിച്ച് ഇല്ലാതാക്കണം. അതല്ല എങ്കിൽ അവരുടെ പവർ കൂടെ അവൻ അബ്സോർബ് ചെയ്തെടുത്ത് മോർ പവർഫുള്ളായി മാറും. അത് കേട്ട് വെജീറ്റയ്ക്കാണെങ്കിൽ കലി കൂടി വരും. ഓ നോ, ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ സൂപ്പർ സയനായി മാറിയത്. എന്നെ കഴിഞ്ഞ് പവറിൽ ഒരുപാട് പേര് ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവൻ കൂടുതൽ പാനിക്കാവും. അതേസമയം ഇവിടെ മോൺസ്റ്റർ അവനാണെങ്കിൽ വലിയൊരു ഗ്രാമത്തിലേക്ക് വന്ന് അവിടെയുള്ള ജനങ്ങളുടെ പവർ എല്ലാം തന്നെ അബ്സോർബ് ചെയ്തെടുത്ത് കൂടുതൽ പവർഫുള്ളായി മാറാൻ തയ്യാറാവുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.